ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു ജാക്കറ്റിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊലൈസിൻ്റെ ഒരു ജാക്കറ്റാണ്. ഓക്കെ, ഇന്ന് വേറെ വണ്ടിയുടെ റിവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു ജാക്കറ്റിൻ്റെ റിവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ജാക്കറ്റിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വാങ്ങിയതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഒരു 5000 ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് ഈ ജാക്കറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ജാക്കറ്റ്. നമ്മളതെന്ന് പറയുമ്പോൾ നമ്മുടെ AIR-X, അതായത് നമ്മുടെ സോളൈസിൻ്റെ AIR-X L2 എന്ന് പറഞ്ഞിട്ടുള്ള ജാക്കറ്റാണ്. ഇതിൽ വരുന്നതെന്ന് പറയുമ്പം നമ്മുടെ SAS-TECൻ്റെ ലെവൽ 2 പാഡിങ്സ് ആണ് വരുന്നത്. അതായത് പുറകിൽ ലെവൽ 1 ആണെന്ന് തോന്നുന്നു. പുറകിൽ ലെവൽ 1ഉം അതിൽ മെയിനായിട്ട് നമ്മുടെ ആർമേഴ്സ് വരുന്നതെന്ന് പറയുമ്പോൾ ഷോൾഡർ, ഇത് എൽബോയുടെ ഭാഗം, പിന്നെ ബാക്ക് പ്രൊട്ടക്ടറാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ അടുത്ത് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുമ്പോൾ ഇത് മെഷാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഈ ഭാഗത്തൊക്കെ മെഷാണ് കൂടുതൽ വരുന്നത്. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഒരു ജാക്കറ്റാണെന്ന് പറയാം. പുറകിലും അതേപോലെ തന്നെ മെഷ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്റ്റീവ് ലൈനേഴ്സൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയെല്ലാം റിഫ്ലക്റ്റീവ് ലൈനേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ഇതെല്ലാം റിഫ്ലക്റ്റീവ് ലൈനേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ജാക്കറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഒരു 5300-500 റേഞ്ചിൽ വരുന്നതിൽ ഇപ്പോൾ ഉള്ള ഒരു ബഡ്ജറ്റ് റേഞ്ച് ജാക്കറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വെൽക്രോ ടൈറ്റ്നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഒരു വെൽക്രോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അവിടെ മെലിഞ്ഞിട്ടുള്ള ആൾക്കാർക്കായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അടുത്ത് ഇതുപോലെ തന്നെ ഇവിടെയും ഒരു വെൽക്രോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ സൈഡിലും. അപ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കാൻ ഇത് സഹായിക്കും. ഓക്കെ, ഈ ചിലവർക്ക് ചില ജാക്കറ്റ്സൊക്കെ ഇടുമ്പോൾ നല്ല എന്താ പറയുക, ഒരു ബൾക്കി ഫീൽ ഉണ്ടാവും. ആ ഫീൽ കിട്ടില്ല. കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുന്ന ജാക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ തന്നെ നമുക്കൊരു പോക്കറ്റ് വന്നിട്ടുണ്ട്. ഈ പോക്കറ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫ് പോക്കറ്റാണ്. ബാക്കി വാട്ടർ പ്രൂഫ് അല്ല. ഓക്കെ, ബാക്കി ഇതിൻ്റെ വേറെ ഒന്നും വാട്ടർ പ്രൂഫ് അല്ല. ജാക്കറ്റ് വാട്ടർ പ്രൂഫ് അല്ല. അതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്താണ് റെയിൻ ലൈനേഴ്സ് വന്നിട്ടുള്ളത്. ഇത് വാട്ടർ പ്രൂഫ് അല്ല. അത് പക്ഷേ അകത്തുള്ളത് മാത്രമേ വാട്ടർ പ്രൂഫ് നമ്മുടെ ഇത് വന്നിട്ടുള്ളൂ. പിന്നെ അകത്താണ് ഇതിൻ്റെ റെയിൻ ലൈനേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റൈഡോ അങ്ങനെ വല്ലതും പോകുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നനയത്തില്ല, പക്ഷേ ജാക്കറ്റ് നനയും. അത് ഒരു പോരായ്മയാണ്. അപ്പോൾ ബാക്കി ബ്രാൻഡ്സൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റേണലാണ് കൊടുക്കാറ്. പക്ഷേ എന്നാലും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇപ്പോൾ ഒരു റെയിൻ ലൈനർ കൊടുക്കുന്നത് ഈ നമ്മുടെ സോളൈസിൻ്റെ ഇപ്പോൾ വരുന്നുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു RR ഗിയറിൻ്റെ ഒന്നുണ്ട്. ഇപ്പോൾ ഉള്ള ജാക്കറ്റ്സിൽ എനിക്ക് തോന്നുന്നു RR ഗിയറിനാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി, അതായത് ഒരു റെയിനും തെർമലും എക്സ്റ്റേണൽ കൊടുക്കുന്ന ഒരു 4500 അല്ലെങ്കിൽ ഒരു 5000 റേഞ്ചിൽ അതാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു സോളൈസിൻ്റെ നല്ലൊരു അതിൻ്റെ ഒരു ക്വാളിറ്റി ഒരു ഒരു RR ഗിയർ ജാക്കറ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ ഇത് പ്രിഫർ ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്കിത് റിമൂവബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ റെയിനി സീസൺ അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്ത് മാറ്റാം. ഇതുപോലെ സിബുണ്ട്, നമുക്കത് റിമൂവ് ചെയ്ത് മാറ്റാം. അതുപോലെ ഇത് പുറകിൽ നമുക്കിതിൻ്റെ പാഡിങ്സും കാണാൻ പറ്റുന്നുണ്ട്. എൽബോ എല്ലാം ഇതിൽ നമുക്ക് വിസിബിൾ ആണ്. ഓക്കെ, കൂടുതൽ മെഷാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചൂട് ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് പോയി ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ മിക്കയിടത്തും ചിലവർക്ക് ചില സൈസസ് കിട്ടത്തില്ല. മീൻസ് ഇതിൻ്റെ ചിലതിൽ ഇവിടുത്തെ വെൽക്രോ ഒന്നും ടൈറ്റ്നേഴ്സ് ഒന്നും കാണത്തില്ല. ഈ ടൈറ്റ്നേഴ്സ് ഒന്നും ചില ബ്രാൻഡ്സിന് കാണത്തില്ല. ഇതിലെന്ന് പറയുമ്പോൾ 3 വെൽക്രോ സ്ട്രാപ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ എൽബോയുടെ ഭാഗത്തും ഉണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ റിസ്റ്റിൻ്റെ ഭാഗത്തും ഉണ്ട്. നമുക്കിത് ഓരോ സൈസ് അനുസരിച്ച്, ചിലവരുടെ സൈസ് അനുസരിച്ചുള്ള ജാക്കറ്റ് നമുക്ക് കിട്ടാറില്ല. കുറച്ച് സ്മോൾ സൈസസിന് കിട്ടാറില്ല. അപ്പോൾ ഇതിനെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം ഉള്ളതുപോലെ നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വിന്നോയ്സ് കാണും, സോറി. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് റൈഡറിൻ്റെ അവിടെ ടൈറ്റ് ആയിട്ടിരിക്കുന്നത്, അത് ഒരുമാതിരി ബൾക്കി ഫീലിങ്ങോ അങ്ങനെയൊന്നും ഈ ജാക്കറ്റിന് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതിൽ 3 ഭാഗത്താണ് വെൽക്രോ വരുന്നത്. ഇവിടെ ഒരു വെൽക്രോ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ 2 വെൽക്രോ വരുന്നത്. ഇപ്പോൾ ചിലവർക്ക് ഈ കറക്റ്റ് പാഡിങ് കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്, ഈ പൊസിഷനിൽ തന്നെ ഈ പാഡിങ് വരണം. അതിനാണ് ഈ വെൽക്രോ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒരു വെൽക്രോ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഗ്ലൗസൊക്കെ ഇടുന്നവർക്ക്
ഈ ഭാഗത്ത് എന്താ പറയുക കുറച്ച് ടൈറ്റ് ഫുൾ ഗോൺലെറ്റൊക്കെ ഇടുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കും. ഇതിൻ്റെ പുറത്തുകൂടി വരുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പോൾ. ഇതിൽ റിഫ്ലക്റ്റേഴ്സ് കുറച്ച് കൂടുതലാണ്, അപ്പോൾ നൈറ്റ് റൈഡിനൊക്കെ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആണിത്. ഇതെന്ന് പറയുമ്പോൾ ഒരു ഡെയിലി യൂസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമുക്ക് എന്താ പറയുക ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ജാക്കറ്റ് എന്ന് പറയാം. ഒരു 5000 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു 3-4 ബ്രാൻഡ്സാണ്. XDI, മോട്ടോട്ടോർക്ക്, അങ്ങനെ പിന്നെ SOLACE, അങ്ങനെ കുറച്ച് ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ RRൻ്റെയും കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട്. ഇതിലെനിക്ക് ഒരു എന്താ പറയുക ഒരു കുറച്ചും കൂടി ഒന്ന് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തത് നമ്മുടെ SOLACEൻ്റെയും നമ്മളെ റൈനോസിൻ്റെയാണ്. കുറച്ചും കൂടി ഒരു 5000 ബഡ്ജറ്റിൽ എനിക്ക് കുറച്ചും കൂടി ക്വാളിറ്റി തോന്നിയത് ഈ 2 ജാക്കറ്റ്സിൻ്റെയാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ചിലവർക്ക് XDI ചിലപ്പോൾ കുറച്ചും കൂടി ഇഷ്ടപ്പെടും. അങ്ങനത്തെ കുറച്ചുണ്ട്. എല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ വാങ്ങുക. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇവിടെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതെനിക്ക് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ജാക്കറ്റ് ഒന്ന് ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള നമുക്കിതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുമ്പോൾ തെർമൽ നമ്മുടെ റെയിൽ ലൈനേഴ്സ് പുറത്തുകൂടി വരുന്നില്ല. അത് മാത്രമേ ഇതൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും പ്രൈസിങ്ങും ബാക്കിയെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം, ഷോപ്പ് ഡീറ്റെയിൽസും.